എല്ലാം അമ്മ കടമായിട്ട് വാങ്ങിച്ചിരിക്കുക. ഒരു ബിസിനസ് തുടങ്ങാൻ 2 മാസം കഴിഞ്ഞ് തിരിച്ചു കിട്ടത്തുള്ളൂ. പോട്ടെ, സാരമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ആവശ്യം നടക്കട്ടെ. വരൂ, വഴി ഉണ്ടാക്കാം. എന്താ വഴി? പറയാം. സർ, എന്താ സാർ ഇങ്ങനെ നോക്കുന്നത്? എടോ നന്ദ, സത്യത്തിൽ എനിക്ക് തന്നോട് അസൂയ തോന്നുന്നു. താൻ ഭാഗ്യവാനാണ്. സാറിന് എപ്പോഴും തമാശയുള്ളൂ. ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാ. മനസ്സിലായടോ. നിങ്ങളുടെ കല്യാണക്കാര്യമല്ലേ? ഉറപ്പിച്ചോ? അത് സാർ അറിയാതെ ചെയ്യുമോ? അതല്ല കാര്യം. അത് കൊള്ളാം. പിന്നെ നീ എപ്പോഴാന്നടോ? മഴക്കാലം വരുന്നു. ഈ സീസൺ കളയണ്ട. അതിനൊക്കെ ഒരു സൗകര്യം വേണ്ട സാർ. ഞാനിപ്പോ വന്നിരിക്കുന്നത് സുകുമാരിക്ക് വേണ്ടി ഒരു ശുപാർശയായിട്ടാണ്. സുകുമാരിക്കോ? എന്നതാ കാര്യം? ഒരു 300 രൂപ അത്യാവശ്യമായി വേണമായിരുന്നു. സാർ, തുക ഞാൻ മാസാമാസം അടച്ചു വീട്ടിക്കൊള്ളാം. സുകുമാരി എന്നാത്തിനായി ഈ നിസ്സാരമായ 300 രൂപയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത്? അതിനേക്കാൾ വലിയ തുക കിട്ടാനുള്ള വഴിയുണ്ട്. കടമായിട്ടല്ല, പ്രതിഫലമായിട്ട്. എന്താണ് സാർ അത്? തനിക്ക് അറിഞ്ഞിട്ടെന്നാ കാര്യം ഞാൻ സുകുമാരിയോട് പറഞ്ഞോളാം. താൻ പൊക്കോ. ശരി സാർ. അല്ല സുകുമാരി, ദേഷ്യം വരാതിരിക്കുവോ? നമ്മൾ തമ്മിലുള്ള ഇടപാട് അവൻ അറിയണം പോലും. അവൻ നിന്നെ കല്യാണം കഴിക്കുന്നു എന്ന് വെച്ച് ഇങ്ങനൊരു അധികാരം ഉണ്ടോ? സാറ് കാര്യം പറയണം. സുകുമാരി മനസ്സ് വെച്ചാൽ 1000-നും 1500-നും ഇടയ്ക്കുള്ളൊരു തുക ഞാൻ തരപ്പെടുത്തി തരാം. അല്ലെങ്കിൽ 1500 എന്ന് വെച്ചോ. എന്താ? സാർ, ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. സുകുമാരിക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തതാ. ഞങ്ങളുടെ വക ഒരു പുതിയ അഡ്വർടൈസ്മെന്റ് ഫിലിം നിർമ്മിക്കാൻ ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പുതിയ ബ്രേസിയേഴ്സിനെ പറ്റിയുള്ള ഫിലിമാണ്. നമുക്ക് ആലപ്പുഴയോളം ഒന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് വരാം. ഒരു ദിവസത്തെ മെനക്കേടേ ഉള്ളൂ. വേണ്ട സാർ, അതെനിക്ക് വയ്യ. സുകുമാരി ഈ പടത്തിലൊന്ന് മുഖം കാണിച്ചാൽ മതി. പിന്നെ പ്രൊഡ്യൂസർമാര് സുകുമാരിക്ക് വേണ്ടി ക്യൂ നിൽക്കും. ഞാൻ ഗ്യാരണ്ടി തരാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? സുകുമാരിക്ക് ഞാൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുമല്ലോ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി. 100 കണക്കിന് പെൺകുട്ടികൾ ഈ മാത്തച്ഛന് മുമ്പിലെത്തും. അല്ലെങ്കിൽ തന്നെ സൈല ഉമ്മന് ഇതിലൊരു കണ്ണുണ്ട്. അവൾ അറിയാതെ നമുക്ക് കാര്യം നടത്തണം. സൈലയെ തന്നെ വിളിച്ചാ മതി. ഛേ, അവക്ക് ഫിഗർ പോരല്ലോ. അല്ലെങ്കിൽ തന്നെ സുകുമാരി എവിടെ, സൈല എവിടെ? ഞാൻ പോകുന്നു സാർ. സുകുമാരി, ഒന്നുകൂടി ആലോചിക്കും. ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. സാറ് വേറെ ആളെ നോക്കും. മാത്തച്ഛന്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. സഹിക്കാവുന്ന അത്രയും ഞാൻ സഹിച്ചു. മാത്തച്ഛന്റെ സ്വഭാവം അതല്ലേ. അയാളുടെ വായിക്ക് ഒരു ലൈസൻസും ഇല്ല. നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാനല്ലേ ഉള്ളൂ. മാത്തച്ഛൻ ഒരു പ്രപ്പോസൽ പറഞ്ഞു. അത് വേണ്ടെങ്കിൽ വേണ്ട. ആലപ്പുഴയിലെ ഷൂട്ടിങ്ങിന് അയാളോടൊപ്പം പോകാൻ എന്നെ ക്ഷണിച്ചില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? അയാൾ എന്നെ പറ്റി എന്ത് ധരിച്ചു? 1000 രൂപയ്ക്ക് വേണ്ടി. സുകുമാരി, എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയോട് മാത്തച്ഛൻ ഒരിക്കലും അപമര്യാദ പെരുമാറില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഷൂട്ടിങ്ങിന് പോകുന്നെങ്കിൽ തന്നെ സുകുമാരിയെ മാത്തച്ഛനോടൊപ്പം ഞാൻ തടിച്ചുവിടുവോ? ഞാനും കൂടെ വരില്ലേ? നന്ദനെന്നല്ല, ദൈവം കൂടെ വന്നാലും ഞാൻ മാത്തച്ഛനോടൊപ്പം ഷൂട്ടിങ്ങിൽ പോയില്ല. ശരി, ഇനി ദൈവം വിചാരിച്ചാൽ പോലും മാത്തച്ഛനും സുകുമാരിയും തമ്മിൽ പരസ്പര വിശ്വാസത്തോടെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊറ്റ പോംവഴിയേ ഉള്ളൂ. സുകുമാരി മറ്റൊരു ജോലി സമ്പാദിക്കുക. നന്ദൻ തമാശ പറയുകയാണോ? അല്ല, കുറെ നാളായി ഞാൻ ഇക്കാര്യത്തെ പറ്റി ആലോചിക്കായിരുന്നു. ഇവിടത്തെക്കാൾ ഇരട്ടി ശമ്പളമുള്ള ഒരു ജോലി ഞാൻ തിരുവനന്തപുരത്ത് വാങ്ങിച്ചു തരാം. സുകുമാരി ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് പ്രൊമോഷനും സാധ്യതയുണ്ട്. പറയൂ, ഒരുക്കമാണോ? സുകുമാരി എന്താ ഒന്നും പറയാത്തത്? ശരി, എനിക്ക് സമ്മതമാണ്. ജോലി കിട്ടിയാൽ തിരുവനന്തപുരത്ത് താമസിക്കണം. സാധിക്കുമോ? എവിടെയായാലും മാനമുള്ളൊരു ജോലി വേണം. നന്ദൻ ആ ജോലി എനിക്ക് വാങ്ങിച്ചു തരൂ. ഇതാ അപേക്ഷ ഫോറം. സദേൺ ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ആണ്. ഈ കമ്പനിയിലെ മാനേജർ എന്റെ കസിനാണ്. സുകുമാരി ഇത് ഫില്ലപ്പ് ചെയ്താൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരി, ഞാൻ ഫില്ലപ്പ് ചെയ്തോളാം. ഇപ്പൊ തന്നെ ചെയ്യുന്നേ. ഒരു കവറിംഗ് ലെറ്ററോട് കൂടി ഞാൻ അയച്ചോളാം. എന്താ ലക്ഷ്മി എത്ര ആലോചിക്കാനിരിക്കുന്നത്? ഞാൻ എന്ത് പ്രയാസപ്പെട്ട മാത്തച്ഛനോട് പറയും സമ്മതിപ്പിച്ചെന്നറിയോ? ഇതൊരു അഡ്വൈസ് ഫിലിം അല്ലേ, പരസ്യ ചിത്രം. എന്നാലും വാസു. ലക്ഷ്മി മേനി ഒന്നും പറയണ്ട. അന്ന് കടയിൽ നിന്ന് തുണി വാങ്ങിച്ച വകയിൽ 500 രൂപ കൊടുക്കാനുള്ളത് ഞാൻ മാത്തച്ഛനോട് പറഞ്ഞ ഒരു പരുവത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കല്യാണം
സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ വലുതാണോ ഷർമി കല്യാണം? അതെ അമ്മേ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹമാണ്. അങ്ങനെ പറമോളെ. ഞങ്ങളുടെ കടയിലെ ജോർജറ്റ്, ഷിഫോൺ, അമേരിക്കൻ ജോർജറ്റ്, ഊളി ഉളി ഓയിൽ എന്നീ സാരികൾ ഉടുത്തോണ്ട് എങ്ങനെ നിന്നാ മതി ഷർമി. ബാക്കി കാര്യം മാത്തച്ഛൻ നോക്കിക്കോളൂ. വാസു? യെസ്. ഇപ്പൊ അവളുടെ സമയം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കാൻ ഞാൻ ആളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്. അതിനുശേഷം തീരുമാനിച്ചാ പോരെ? ഷർമിയുടെ സമയം തെളിഞ്ഞു കഴിഞ്ഞു ലക്ഷ്മി അമ്മേ. മാത്തച്ഛൻ പുളിങ്കൊമ്പാ. ആ, ആള് വന്നല്ലോ. നീ ഇവിടെ ഈ ജോലി തീർച്ചയായിട്ടും സുമാരി കിട്ടും. എന്താ ആലോചിക്കുന്നത്? എനിക്ക് ബന്ധുക്കൾ ആരും ഇല്ലല്ലോ കൂടെ വരാൻ. ഭാസ്കരനാണെങ്കിൽ കൊച്ചു പയ്യൻ. ഇതാണോ വലിയ ആനക്കാര്യം? ഞാൻ കൂടെ വരില്ലേ? കാലത്ത് 9 മണിക്കാണ് ഇന്റർവ്യൂ. അതിന് പുലർച്ചയ്ക്ക് തന്നെ പുറപ്പെടണമല്ലോ. ഇത് നല്ല കഥ. നീണ്ട 5 മണിക്കൂർ ബസ് യാത്ര കഴിഞ്ഞ് മുഷ്ണ വേഷത്തിലാണ് ഇന്റർവ്യൂവിന് ഹാജരാകുന്നത്. വഴി വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആയല്ലോ. അതൊന്നും പറ്റില്ല. തലേ ദിവസം രാത്രി തന്നെ അവിടെ എത്തണം. എന്നിട്ട് എവിടെ താമസിക്കും? ഹോട്ടലിൽ. ഹോട്ടലിലോ? അത് വേണ്ട നന്ദൻ. ഹോട്ടൽ മുറി നമ്മൾ എങ്ങനെ ഒന്നിച്ച് കഴിയുമെന്ന് ഓർത്തായിരിക്കും. സുകുമാരിക്ക് എന്നെ വിശ്വാസമില്ലെന്നർത്ഥം. വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, പക്ഷേ വിവാഹത്തിന് മുൻപ് അങ്ങനെ ഒന്നിച്ച് താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചേടാ, ഒന്നിച്ച് താമസിക്കണ്ട. നമുക്ക് വെവ്വേറെ മുറികളിൽ താമസിക്കാം. ഹോട്ടലിൽ ആകെ ഒരു മുറിയേ ഉള്ളോ? ഏതായാലും അത് വേണ്ട. അത് എന്തോ എനിക്ക് പിടിക്കുന്നില്ല. അങ്ങനെ പിടിക്കാതെ വന്നാലേ ജോലി കിട്ടത്തില്ല, അത്ര തന്നെ. ഹോട്ടലിൽ താമസിച്ചാലേ ഈ ജോലി കിട്ടത്തുള്ളെങ്കിൽ എനിക്കത് വേണ്ട. ഞാൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം. ഒരു കണക്കെ അത് ശരിയാ. സുകുമാരിയുടെ വാശി കൊണ്ട് ജോലി നഷ്ടമാവണ്ട. വഴിയുണ്ട്. ഈ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ എന്റെ കസിൻ ഉണ്ടല്ലോ, അവൻ ഫാമിലിയോടൊപ്പം അവിടെ താമസിക്കുന്നു. നമുക്ക് അവിടെ കഴിയാം. അവന്റെ ഭാര്യ നല്ലൊരു സ്ത്രീയാണ്. ഇനി വല്ല പോലീസ് അന്വേഷണവും ഏർപ്പെടുത്തണോ? ശരി, അറിയാവുന്ന വീട്ടുകാരല്ലേ, ഞാൻ അവിടെ താമസിച്ചോളാം. അങ്ങനെ ഒടുവിൽ തിരുമനസ് കണിഞ്ഞല്ലോ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ ഒന്ന് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സുമാരി, എന്താ നന്ദകുമാറുമായിട്ടൊരു കൂടിയാലോചന? ഒന്നുമില്ല. ഏതോ ഒരു ദീർഘയാത്രക്ക് പരിപാടി ഉണ്ടല്ലേ? തോമസ് കുട്ടിക്ക് എങ്ങനെ അറിയാം? സുകുമാരി എന്നിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കണ്ട. നിങ്ങൾ തമ്മിൽ എന്തോ ഗൗരവമുള്ള പ്രശ്നം ചർച്ച ചെയ്യുന്നത് കണ്ടു. സുകുമാരിയെ സംബന്ധിക്കുന്നതായതുകൊണ്ട് മാത്രം ഞാൻ മനഃപൂർവ്വം എല്ലാം ഒളിഞ്ഞെന്ന് കേട്ടു. ഇങ്ങനെ ഒളിഞ്ഞെന്ന് കേൾക്കുന്നത് ശരിയാണോ തോമസ് കുട്ടി? ഒട്ടും സംശയിക്കണ്ട, ശരിയാണ്. അതിപ്പോ മനസ്സിലായില്ലെങ്കിൽ പിന്നീട് മനസ്സിലായിക്കൊള്ളൂ. അവിവേകമൊന്നും കാട്ടരുത്. ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ മതി സ്ത്രീകൾക്കെല്ലാം നഷ്ടപ്പെടാൻ. സുകുമാരി നന്ദനുമായിട്ട് രാത്രി ചിലവഴിക്കാനല്ലേ പോകാനൊരുങ്ങുന്നത്? എന്നാര് പറഞ്ഞു? ഞാൻ അത്ര മടിയൊന്നുമല്ല. നന്ദന്റെ കസിന്റെ വീട്ടിൽ ഒരു കുടുംബത്തിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. എന്റെ കുട്ടി, നീ ബുദ്ധിമതി തന്നെ. മടയല്ല, സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം നീ ഓർമ്മിച്ചു. നന്ദകുമാറുമായി തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ അങ്ങനൊരു വീടും കുടുംബവും അവിടെ കണ്ടില്ലെങ്കിലോ? സുകുമാരി ഈയിടെ പത്രങ്ങളൊന്നും വായിക്കാറില്ല. ഇതുപോലെ എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു. അതൊന്നും അറിയില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി എല്ലാം സുകുമാരിയുടെ ഇഷ്ടം. എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു. എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു. എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു. എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു. നന്ദൻ, എന്താ സുമാരി? ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. എന്താ കാരണം? ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നില്ല. പെട്ടെന്നുള്ള ഈ മനംമാറ്റത്തിന് കാരണം? ഈ ജോലി എനിക്ക് വേണ്ട. ഞാൻ വരുന്നില്ല. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നിനക്ക് ജോലി വേണമെന്ന് പറയുമ്പോ അത് അന്വേഷിക്കാനും തോന്നുമ്പോ വേണ്ടെന്ന് വെക്കാൻ ഞാൻ നിന്നെ കളിപ്പാ വേണം. ഇത്രയൊക്കെ പറയാൻ ഒന്നും നടന്നില്ലല്ലോ. നടന്നില്ല. നീ ഞാനുമായിട്ടുള്ള ബന്ധമേ ഇതോടുകൂടി അവസാനിച്ചത് കരുതിക്കും.
തോമസ് കുട്ടി ആ ഒരു മിനിറ്റ്. എന്താ നന്ദ? ഒരു കാര്യം പറയണേ. തോമസ് കുട്ടി വഴി വെച്ച് സുമാരിയെ കണ്ടോ? കണ്ടു. അപ്പൊ സുമാരി തിരുവനന്തപുരത്ത് ജോലി വേണ്ടെന്ന് വയ്ക്കാൻ കാരണം തോമസ് കുട്ടിയാണല്ലേ? ജോലി വേണ്ടെന്ന് വയ്ക്കാൻ ഞാനല്ല കാരണക്കാരൻ. പക്ഷേ തിരുവനന്തപുരത്ത് പോകുന്നത് ആലോചിച്ച് മതിയെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനു ഇടപെടുന്നു? നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടില്ല. സുകുമാരയുടെ കാര്യത്തിലേ ഞാൻ ഇടപെട്ടുള്ളൂ. അതാ എന്തിനാന്ന് ചോദിച്ചത്. അവളൊരു പാവം പെൺകുട്ടിയായതുകൊണ്ട്. ഓഹോ. നന്ദൻ, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. വേറെ ജോലിയുണ്ട്. ഞാൻ വരട്ടെ. നന്ദൻ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് തിരിച്ചു തല്ലാൻ അറിയാം, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നന്ദനാണ് നടുറോട്ടി നിൽക്കുന്നത്. അല്ല, ഞാൻ ഒരാളെ കാണാൻ വന്ന. വരട്ടെ. ഈ മാത്തച്ഛൻ സാറിന് എന്തു പറ്റി? ആളെ കാണുന്നില്ലല്ലോ. എന്നാലും സാർ അങ്ങനെ ലേറ്റ് ആകുന്ന ആളല്ലല്ലോ. വാച്ചിന്റെ സൂചിയും മാത്തച്ഛൻ സാറും ഇരട്ട പറ്റതാണെന്നേ തോന്നുന്നു. എന്നിട്ടും ഇന്നെന്താ ഇങ്ങനെ? ഇനി സാറങ്ങനെ ഔട്ടായി കാണൂ? ഛേ, അങ്ങനെ വരാൻ വഴിയില്ല. ഇനി ഔട്ടായാൽ തന്നെ നമുക്കെന്താ? സാറേ, ആ ഷർട്ട് നല്ലതാ, എടുത്തോണ്ടാട്ടെ. ഇതിലൊന്ന് ഒപ്പിടണം. ഞാൻ ഒപ്പിട്ടില്ല. കാരണം ഇത് പണിമുടക്കിനുള്ള നോട്ടീസാ. പണിമുടക്കാൻ ഞാൻ തയ്യാറല്ല. ന്യായമായ ആവശ്യങ്ങളല്ല നമ്മൾ ഉന്നയിച്ചതെന്ന് തോന്നുന്നുണ്ടോ? ന്യായം അവിടെ നിൽക്കട്ടെ. മാനേജ്മെന്റിനെതിരെ പണിമുടക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. ആവശ്യങ്ങൾ അംഗീകരിച്ചതിനുള്ള നോട്ടീസാണ്. അംഗീകരിച്ചില്ലെങ്കിൽ പണിമുടക്ക് വേണ്ടി വരുമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയായാലും അർത്ഥം തന്നെ ഞാൻ ഒപ്പിട്ടില്ല. താൻ ആരാടോ? ഹനുമാനോ? ഇത്ര വലിയ സ്വാമി ഭക്തി കാണിക്ക? ഹനുമാൻ തന്നെ. വാലില്ലെന്നേ ഉള്ളൂ. പോയിട്ട് സുകുമാരി ഒരു ഒപ്പിട്. നന്ദ സർ. ഇതൊക്കെ വാരി വലിച്ചിടാതൊക്കെ അടുക്കി വെക്കണം. ഒരു കടയായ വൃത്തി വേണ്ടേ? സർ, എന്നെ കളിപ്പിച്ചു അല്ലേ റാസ്കൽ? എന്റെ കുറ്റമല്ല സർ. പിന്നെ നിന്റെ തന്തയുടെ കുറ്റമാണ്. എന്റെ ഗുരുവായൂരപ്പാ, അടിയെന്ന് പറഞ്ഞാ ഇങ്ങനെയും ഒരു അടിയുണ്ടോ? ഇതല്ലേ അടി. ദൈവം വിചാരിച്ചാൽ പോലും ഇതിലും വലിയ ഒരു അടി അടിക്കാൻ പറ്റില്ല. നന്ദ, എന്തു പറ്റി? അറിഞ്ഞിട്ടിപ്പം എന്താ വേണം? മാത്തച്ഛൻ തല്ലിയോ? തല്ലി. തൊഴിലാളിയെ മുതലാളി തല്ലിയാൽ അത് ചോദിക്കേണ്ട കടമ എനിക്കുണ്ട്. തനിക്ക് നൊന്നില്ലെങ്കിൽ എനിക്ക് നോവും. എന്നാലേ എന്നെ ആരും തല്ലിയില്ല. താൻ തന്റെ ജോലി നോക്കണം.
എന്താ നോക്കുന്നത്? നാണമില്ലാതെ തല്ലും വാങ്ങിച്ചിട്ട് നമ്മളോടെ മുറുമുറുപ്പ്. എടി 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 ആരാ വന്നിരിക്കുന്നു നോക്ക്. അല്ല, ആരേത്? സുകുമാരിയോ? സുകുമാരി ഞങ്ങളൊക്കെ മറന്നുവല്ലേ? ഇല്ല ഡോക്ടർ, ഡോക്ടർ എനിക്ക് മറക്കാൻ സാധിക്കുമോ? അത് വെറുതെ. എന്നിട്ട് അങ്ങോട്ടൊന്ന് വരാൻ ഞാൻ എന്താ? സമയം കിട്ടിയില്ല സാർ. അത് പിന്നെ ആവശ്യമുള്ളപ്പോഴല്ലേ ആളുകൾക്ക് ഡോക്ടർമാരെ ഓർമ്മ വരുള്ളൂ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് ഡോക്ടർ. പിന്നെ ഈ കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങാനാ ഞാൻ വന്നത്. സുകുമാരിയെ കണ്ടത് ഭാഗ്യമായി. എന്റെ ഭാരം കുറഞ്ഞല്ലോ. സുകുമാരി എന്നെ നല്ല ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് തന്നത്. ഇത് ഡോക്ടറുടെ കുട്ടികളാണോ? അല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഇവർ ഞാൻ വളർന്ന അനാഥാലയത്തിൽ ഇപ്പൊ വളരുന്ന കുട്ടികളാണ്. വാങ്ങിച്ചോളെ. അല്ല, ഞാനും കുട്ടിയാണോ? ചോക്ലേറ്റ് മറ്റൊന്നും തരാനില്ലാഞ്ഞിട്ടാ ഡോക്ടർ. ക്ഷേത്രത്തിൽ ദേവന് മധുരം നേദിക്കാറുണ്ട്. ഇതും മധുരമല്ലേ? ശരി, എടുക്കാം. പക്ഷേ ഞാൻ ദേവനായതുകൊണ്ടൊന്നുമല്ല, സുകുമാരി തരുന്നുകൊണ്ടാ. നല്ല മധുരം, സുകുമാരിയുടെ മനസ്സ് പോലെ. ഞാനിവർക്ക് ഉടുപ്പെടുത്തോണ്ട് വരാം. ഓ യെസ്. മോന്റെ പേരെന്താ? ഷാജു. മോടെ പേര്? ഷിജു. ഷിജു.